Hello, my dear future doctors. Welcome to a new video. So, കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ചേച്ചി അല്ലെങ്കിൽ ഇത്ത, ബ്രില്യൻറ്റിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ബ്രില്യൻ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഡേ, എങ്ങനെയാണ് പിന്നെ അങ്ങോട്ടുള്ള ക്ലാസ്സസൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ടൈമിംഗ് ആണ് ക്ലാസ്സസ് വരുന്നത്, പിന്നെ മെസ്സിൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ യൂസേജിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രില്യൻറ്റ് ഓഫ്ലൈനെ കുറിച്ച് കുറേ ഡൗട്ട്സ് എനിക്ക് പേഴ്സണലായിട്ടും ടെലഗ്രാമിലും അല്ലാതെ നമ്മുടെ കമൻസിലെടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. അപ്പം ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യണോ വേണ്ടയോ എന്ന് പോൾ ഇടുന്നതിന് മുമ്പ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓൺലൈനും ഓഫ്ലൈനും രണ്ടും ഇട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നത് ഓഫ്ലൈനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ കുട്ടികൾ വോട്ട് ചെയ്തത് ഓഫ്ലൈനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓൺലൈൻകാർ വിഷമിക്കേണ്ട, ഓൺലൈനെ കുറിച്ച് വീണ്ടും നമ്മൾ വേറൊരു വീഡിയോ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഞാൻ പോകുന്നതിന് മുമ്പ് കേട്ടോ, ഞാൻ ജൂൺ 7 ആകുമ്പം പോവും. അപ്പോൾ ജൂൺ 8 TVM ഓഫ്ലൈനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം. സോ ഞാൻ ട്രിവാൻഡ്രം ക്യാമ്പസിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, ഓഫ്ലൈനായിട്ടാണ്. സോ പോയി കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോസൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഫോൺ അങ്ങനെ കിട്ടത്തില്ല, വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, ആ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. എന്തായാലും ഞാൻ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ടേ പോത്തോളൂ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത മെയിൽ കാണാം. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വല്ല ഓണം വെക്കേഷനോ ക്രിസ്മസ് വെക്കേഷനോ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വല്ലതൊക്കെ വരാം. എന്തായാലും എഫക്റ്റീവായിട്ട് ഒന്നാമത്തെ കാര്യം റിപ്പീറ്ററാണ്. ടെൻഷനൊക്കെ അത്യാവശ്യമുണ്ട് നല്ലോണം. ഇപ്രാവശ്യം തന്നെ കിട്ടണം, അല്ലെങ്കിൽ പിന്നെയും അതൊന്നും എനിക്ക് ആലോചിക്കാനേ വയ്യ. ഒന്നാമത്തെ കാര്യം ഒരു വർഷം കൊണ്ട് തന്നെ ഒരു പരുവമായി. ഇനി അടുത്ത വർഷവും കൂടി, പിന്നെ അടുത്ത വർഷം, അങ്ങനെ ഒന്നാമത്തെ കാര്യം വർഷം പോവും, ടൈം പോവും, പിന്നെ മണി മാറ്റേഴ്സ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മാക്സിമം റിപ്പീറ്റൊക്കെ ചെയ്യാൻ പോകുന്ന പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ +1 +2 വേറെ ഒരു കോച്ചിങ്ങും പോകാതെ റിപ്പീറ്റൊക്കെ ചെയ്യാൻ പോകുന്ന പിള്ളേരൊക്കെ അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചു പോകണം. കാരണം കട്ട് ഓഫൊക്കെ നല്ല വൃത്തിക്ക് കൂടുന്നുണ്ട്. കാരണം 700+ഉം 720 കുറേ ആൾക്കാർ മേടിക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫൊക്കെ നല്ല കൂടുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓഫ്ലൈനെ കുറിച്ചാണ്. ബ്രില്യൻറ്റിലെ ഓഫ്ലൈൻ ക്ലാസ്സസ് എങ്ങനെയാണ്, ഹോസ്റ്റലിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എനിക്ക് കൺട്രോൾഡ് ഹോസ്റ്റലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റലിൻ്റെ നെയിം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത്യാവശ്യം അടിപൊളി ഹോസ്റ്റൽ, പക്ഷേ ഒരു 45 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും പേടിക്കേണ്ട. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ്. നമ്മൾ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ, ആ ടൂറിസ്റ്റ് ബസ് പോലത്തെ ബസ്സിലാണ്. പിന്നെ ട്രാൻസ്പോർട്ട് പോലത്തെ അവരുടെ ബസ്സും ഉണ്ട്. പക്ഷേ എന്തായാലും നല്ല അടിപൊളിയാണ്. നമ്മുടെ പാലായിലിങ്ങനെ അടിപൊളിയാണ്. ട്രാവലിംഗ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് സോങ്സൊക്കെ ഇട്ട് തരും. നമ്മളെ ഡ്രൈവർ മാമൻ സോങ്സൊക്കെ ഇട്ട് തരും. നമുക്ക് കുറച്ച് റിലീഫ് കിട്ടുന്ന ഒരു ടൈമാണ് ആ ഒരു ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സൈഡ് സീറ്റ് എനിക്ക് സൈഡ് സീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും സൈഡ് സീറ്റിൽ ഇരിക്കാനായിരുന്നു പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് ഞാൻ സൈഡ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ, കൊല്ലമാണല്ലോ ഞാൻ. അപ്പോൾ കോട്ടയമൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അങ്ങനെ കോട്ടയമൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് രാവിലെ പഠിക്കണമെങ്കിൽ പഠിക്കാം. നമ്മളിപ്പം ഞാൻ നൈറ്റാണ്. ഞാൻ കൂടുതലും കുറച്ച് രാത്രി കാലങ്ങളിലിരുന്ന് പഠിക്കുന്നത്. രാവിലെ അങ്ങനെ എണീക്കാൻ വരെ എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ 6 hours എന്തായാലും ഉറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങും, അത് ഉറപ്പാണ്. കാരണം ഞാനൊക്കെ ക്ലാസ് കേൾക്കുന്ന ടൈമിൽ നമ്മളെ ക്ലാസ്മേറ്റ്സൊക്കെ ഇരുന്ന് രാത്രി ഫുള്ള് പഠിച്ചിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഉറങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അല്ല, ക്ലാസ് ഒരു കോംപ്രമൈസ് ഇല്ല. ക്ലാസ് അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം. ക്ലാസ് നല്ല ഫോക്കസോടെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം +1 +2 ഒരു ബേസ് ഇല്ലാതെ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ക്ലാസ് തന്നെയാണ്. ക്ലാസ് അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കമോ കാര്യങ്ങളോ ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ല. ക്ലാസ് അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് കൺസെപ്റ്റ് കിട്ടും. കൺസെപ്റ്റ് കിട്ടിയാലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് തന്നെയാണ്. ഇത് നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിളിൽ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിൽ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീറ്റ് കിട്ടും. പക്ഷേ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ഇട്ടവർക്കേ നീറ്റ് കിട്ടിയിട്ടുള്ളൂ.
അല്ലാതെ എല്ലാ ഇൻ്റർവ്യൂസിലും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക്. അപ്പോൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് റെഡിയായിട്ട് തന്നെയാണ് നമ്മൾ നീറ്റിനൊരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ ബാത്ത് ചെയ്യുന്നവർക്ക് ബാത്ത് ചെയ്യാം, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇപ്പോൾ തന്നെ നല്ല റെയിനി ടൈമാണ്. അപ്പോൾ പാലായിലൊക്കെ പോകുന്നവർക്ക് ക്ലൈമറ്റ് പിടിക്കാൻ നല്ല ടഫായിരിക്കും. എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ജലദോഷം കാര്യങ്ങളൊക്കെ, എൻ്റെ സൗണ്ടൊക്കെ ടോട്ടലി മാറിയായിരുന്നു പാലായിൽ പോയപ്പോൾ. കാരണം റെയിനി ടൈം ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മളെ ഹെൽത്തൊക്കെ നല്ലോണം നോക്കുക കേട്ടോ. ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോവുക. എനിക്ക് പണി കിട്ടിയത് അതാണ്. എനിക്ക് ഹെൽത്തിൻ്റെ പ്രശ്നം കാരണമാണ് ഞാനിങ്ങനെ ഓൺലൈൻ ആയത്. പക്ഷേ അവിടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അടിപൊളി ആക്കായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതൊക്കെ ഞാൻ വരാം, അതിലോട്ടൊക്കെ ഞാൻ വരാം. സോ ഫസ്റ്റ് നമ്മൾ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, പിന്നെ തലേന്നത്തതൊക്കെ റിവൈസ് ചെയ്യുന്നു. തലേന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സസിനകത്ത് വരുന്നത്. അപ്പം പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ പ്രൊഫസർമാർ ഒരു ചാപ്റ്റർ ഇപ്പോൾ എടുത്താൽ പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ പാലായിൽ എടുക്കുന്നത് കുറേ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മാസം. അതൊക്കെ വെറുതെയാണ് കേട്ടോ, അതൊക്കെ വെറുതെയാണ്. ഒരു വീക്കിൽ ഒരു 4 ചാപ്റ്റേഴ്സാണ്. ആ 4 ചാപ്റ്റേഴ്സ് അവരെടുത്ത് കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോൾ പിന്നെ പോകുമ്പോൾ ആ ചാപ്റ്റേഴ്സ് കൂടും, പക്ഷേ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. ആ ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ആയിരിക്കും സൺഡേ അല്ലെങ്കിൽ മൺഡേ നടത്തുന്നത്. മൺഡേ ആട്ടോ എക്സാം, മൺഡേ നടത്തുന്നത്. എന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുങ്ങി എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. കാരണം ടൈമിങ് വേറെയാണ്. 8:30, എനിക്കൊക്കെ 8:30 ആയിരുന്നു ക്ലാസ്. അപ്പോൾ എനിക്ക് 7 o'clock ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ട്രാവലിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ട്രാവലിംഗ് ഉണ്ടായിരുന്നു പോകും. അപ്പോൾ ബസ് വരും. അങ്ങനെ 7 o'clock ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നു, ബസ് വരുന്നു, ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോകുന്നു. നമുക്ക് 8 o'clock ഒക്കെ ആകുമ്പോഴത്തേനും എത്തും ഇതിലെത്തും, കോളേജിലെത്തും. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് മെസ്സൊക്കെ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. പാലായിലൊക്കെ ഫുഡ് ഉണ്ടല്ലോ, ബ്രില്യൻറ്റിലെ ഫുഡ് ഉണ്ടല്ലോ, സെറ്റ് ഫുഡാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫാനായിട്ടുള്ളത് ഫുഡിന് വേണ്ടിയിട്ടാണ്, ഫുഡിനാണ് പാലായിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ വരുന്നു. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് കഴിയുമ്പോൾ ബ്രേക്ക് ടൈമിൽ നമുക്ക് മിസ്സുമാർ വരും, നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് വരും. എന്നിട്ട് എക്സാമിൻ്റെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നമുക്ക് കഫറ്റീരിയയിലൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കഴിക്കാം. അത് ബ്രേക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്. എന്നിട്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് 1 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് അടുത്ത ലഞ്ച് ടൈം ആവും. ലഞ്ച് ടൈം നമ്മൾ മെസ്സിൽ പോവും, ബ്രില്യൻ്റിൽ തന്നെ മെസ്സിൽ പോവും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും വരും. അങ്ങനെയാണ് ആദ്യത്തെ ഒരു 1 month ഒക്കെ. എന്താ പറയുക, 1 month അല്ല, ആദ്യത്തെ ഒരു ഹാഫ് മന്തൊക്കെ നമുക്ക് എന്താ പറയുന്നത്, ഇതായിരിക്കും ഉച്ചവരെയൊക്കെയുള്ള ക്ലാസ്. പിന്നെ നമുക്ക് വൈകിട്ട് വരെയൊക്കെ ക്ലാസ് കാണും. അങ്ങനെ പിന്നെ 5 മണി വരെയൊക്കെ ക്ലാസ് കാണും, അല്ലെങ്കിൽ 4 മണി വരെയൊക്കെ ക്ലാസ് കാണും. പിന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് റെഫറൻസ് ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് തന്നെ പഠിക്കാം. ഞാൻ കൂടുതൽ റെഫറൻസ് നല്ലോണം പ്രിഫർ ചെയ്യും. കാരണം ഹോസ്റ്റലിൽ വന്ന് നമ്മൾ അവിടെ ആ ഒരു റെഫറൻസ് കിട്ടുന്ന ടൈമിലുണ്ടല്ലോ, സാറുമാർ പഠിപ്പിച്ചൊക്കെ തിയറി പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഞാൻ നല്ലോണം പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് റെഫറൻസ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക റെഫറൻസ്. പിന്നെ ഉഴപ്പാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഉഴപ്പിപ്പോകും. നമ്മൾക്ക് ഇത്രയൊക്കെ ഏജൊക്കെ ആയില്ലേ, അപ്പോൾ നമ്മൾ തന്നെ പഠിക്കണം. നമ്മളുടെ ഡ്രീമാണ് നമ്മൾ പിന്നെ അവിടെ ബ്രില്യൻറ്റിൽ ആരും ഉഴപ്പില്ല. കാരണം എല്ലാവരും നല്ല അത്യാവശ്യം ഹൈ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മളും ഹൈ ലെവലാവാൻ വേണ്ടിയിട്ട് ഓടൂടാ, അവരുടെ പിറകെ നമ്മളും ഓടും. നമുക്ക് എത്തണം എന്നുള്ളൊരു ഇത് തോന്നും. അപ്പോൾ നമ്മൾ എന്തായാലും അവരുടെ ഒപ്പം നമ്മൾ പിടിക്കും. എന്നിട്ട് പിന്നെ പറയാനുള്ളത്, റെഫറൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. എന്നിട്ട് ഇനി ഹോസ്റ്റലിൽ വരുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ബുക്ക് ചെയ്യണോ, എങ്ങനെയാണ് ഹോസ്റ്റലിൽ വന്നിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ തിയറി നോക്കാൻ പറ്റാത്തവർ തിയറി കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലാസ് നല്ലോണം കേട്ട് കഴിഞ്ഞാൽ തിയറി പിന്നെ നമുക്ക് പിന്നെയും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ തിയറിയെക്കാട്ടി ഏറ്റവും ഈ ഫിസിക്സൊക്കെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ആക്ച്വലി തിയറി പഠിക്കേണ്ടത്. ഞാനിനി അങ്ങനെ ചെയ്യാൻ പോകുന്നത്. കാരണം ക്വസ്റ്റ്യൻ ഫസ്റ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ വട്ടം ചെയ്ത് തറവാക്കുക. അങ്ങനെ ചെയ്യണം. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എങ്ങനെയാണോ വേ ഓഫ് സ്റ്റഡി മെത്തേഡ് അതേപോലെ ഫോളോ ചെയ്തോ. അങ്ങനെ
വരിക. അങ്ങനെ നമ്മൾ തിയറിയൊക്കെ ചെയ്തിട്ട് ആ ഒരു തിയറിയിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെ സ്റ്റഡി മെറ്റീരിയലിൽ കാണും, വർക്ക് ബുക്കിൽ കാണും, ഇതിലൊക്കെ കാണും. അപ്പോൾ നമ്മളത് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് തറോ ആക്കുക. ആ ഒരു തിയറി പോർഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തറോ ആക്കുക. എന്നിട്ട് കിട്ടാത്തതൊക്കെ കുറേ വട്ടം ചെയ്യുക. എന്നിട്ട് ഡൗട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം പോയിട്ട് സാറിനോട് ചോദിക്കുക. സാർ ഉറപ്പായിട്ട് പറഞ്ഞു തരും. റെഫറൻസ് ഇരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിലോ ഒക്കെ പ്രൊഫസർമാരുടെ റൂമിൽ പോയിട്ട് ഡൗട്ട് ചോദിക്കാം. അങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ ഇപ്പോൾ മൺഡേ ആയെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സാം ആണല്ലോ മൺഡേ. അപ്പോൾ നല്ലോണം എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എക്സാം ഡേയുടെ ദിവസം ഞാൻ പറഞ്ഞുതരാം. എക്സാം ഡേക്ക് നമുക്ക് ക്ലാസ് കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. എനിക്ക് തോന്നുന്നു അങ്ങനെ, ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. പലർക്കും പല ബാച്ചസിനും പലതാട്ടോ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിൽ വരുമ്പോൾ ആ എക്സാമിന് നമുക്ക് തെറ്റിപ്പോയതും നമ്മൾ ഗസ് അടിച്ച് എഴുതിയ കുറേ ക്വസ്റ്റ്യൻസ് കാണും, ഉറപ്പായിട്ട് കാണും. അത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഗസ്സൊക്കെ അടിച്ച് എഴുതും. അപ്പോൾ അതും ആ കാര്യവും എല്ലാം എന്ത് ചെയ്യുക, തെറോ ആക്കി പഠിച്ചിട്ട് ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി വെക്കുക. അത് മിക്ക ഹോസ്റ്റലിലും എനിക്ക് തോന്നുന്നു മിസ്സുമാർ പറയുന്നു തോന്നുന്നു മിസ്റ്റേക്ക് ബുക്കിനെ കുറിച്ച്. അപ്പോൾ അത് എഴുതിയിട്ട് മിസ്റ്റേക്ക് വന്നതൊക്കെ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക. ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് എഴുതി വെക്കുക മാത്രമല്ല നമ്മൾ ചെയ്ത് പഠിക്കാം. ഇപ്പം കുറേ പേര് പറയും എക്സാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, എക്സാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാം എഴുതും. പക്ഷേ എക്സാം എഴുതിയിട്ട് ആ എക്സാം ആ ക്വസ്റ്റ്യൻസും ആ കാര്യങ്ങളൊക്കെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റായിട്ട് വരത്തില്ല. നമ്മൾ അത് അനാലിസിസ് ചെയ്യുക. നമ്മൾ ശരിക്കും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കുറേ വട്ടം ഇങ്ങനെ പോവുക. വീക്ക്ലി നടക്കുന്നതിന് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് കയ്യിൽ നിന്ന് പോകും. എനിക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ പറ്റിയൊരു തെറ്റ്, ഞാൻ റിവൈസ് ചെയ്തില്ലായിരുന്നു. ശരിക്കും ഞാൻ റിവൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് ഓർമ്മ കാണും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. അവസാനം എടുക്കുമ്പോൾ ഒന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ റിവിഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ടൈം മുതലേ കൊണ്ടുപോകുക റിവിഷൻ. അപ്പോൾ റിവിഷൻ ചെയ്യുക. പെൻഡിങ് ക്ലാസ്സസ് ഒന്നും കാണരുത്. എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ പറയാനുള്ളത്, അപ്പോൾ ഓഫ്ലൈനിൽ ഏകദേശം, പിന്നെ ഫോണിൻ്റെ കാര്യം. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ 3 ദിവസം തരുമായിരുന്നു ഫോണ്. എന്നിട്ട് 5 മിനിറ്റ്സ് ഒന്നുമല്ല തരുന്നത്. എല്ലാവരും പറയും 5 മിനിറ്റ്സ്. ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്കൊരു ഹാഫ് അവറെങ്കിലും ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ, പേരൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മളെ മാർക്സൊക്കെ അപ്പോൾ തന്നെ മെസ്സേജായിട്ട് പേരൻസിൻ്റെ ഫോണിൽ എന്തായാലും പോവും. അപ്പോൾ പേരൻസെല്ലാം നമ്മളെ മാർക്സൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ലേണിംഗ് ആപ്പ് വഴിയൊക്കെ മാർക്സ് അറിയാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, പിന്നെ കസ്റ്റമൈസ്ഡ് ടാബ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് എക്സ്ട്രാ ഫീസ് ഉണ്ട് കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നു 10,000 സംതിങ് ഫീസുണ്ട്. ബ്രില്യൻറ്റിൽ ഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിഫോമൊക്കെ ഓഫ്ലൈനിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറഞ്ഞ യൂണിഫോംസൊക്കെ ഉണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ ലാപ്ടോപ്പ് ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസുണ്ട്. യൂണിഫോമിന് ഫീസുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഇനി പറയാനുള്ളത്? ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടില്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ബുക്ക് അത്യാവശ്യം നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ കാണും. അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അത്രയ്ക്ക് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റിന് വരത്തില്ലെന്നാണ് സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പറ്റുന്നതെല്ലാം ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എക്സാംസിന് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഉടനെ തന്നെ പ്രൊഫസറിനോട് ചോദിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓഫ്ലൈനിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ബ്രില്യനിൽ ഒരു കാര്യം വശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അടിപൊളി ഫുഡാണ് ബ്രില്യനിലൊക്കെ. പിന്നെ എന്താ ഉള്ളത്? ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പറയുന്ന ടൈമിൽ ഞാനങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ അപ്പോൾ മെമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പം വിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെന്താ ഉള്ളത്? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടേക്ക് കെയർ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വെയിറ്റ് പോവല്ലേ. ബേസിക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈൻ സ്റ്റുഡൻസിന് അവൈലബിൾ ആണത്. ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഓഫ്ലൈനിൽ എന്തായാലും ഉണ്ട്. അത് ബേസിക് ക്ലാസ് കാണണം. ബേസിക് ക്ലാസ് കാണാതെ പോകരുത്. ഞാൻ കഴിഞ്ഞ വട്ടം ബേസിക് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം അതിൻ്റെ ഒരു നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണുന്നുണ്ട്. അടിപൊളി ക്ലാസ്. നമ്മുടെ കെമിസ്ട്രിയുടെയൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ ഒരു ക്ലാസ് കണ്ടു. ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഫീസ് അടച്ചിട്ട് ഇന്നലെയാണ് എനിക്ക് ബേസിക് ക്ലാസ്സസ് എല്ലാം ആപ്പെല്ലാം ആക്സസ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇന്നലെ ഞാൻ
ഹജീഷ് സാറിൻ്റെ കെമിസ്ട്രി ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് സാറ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോവുക. എക്സാം എഴുതുക, അതിൻ്റെ എക്സാം ഉണ്ട്, അതിൻ്റെ എക്സാമൊക്കെ എഴുതുക. ഫിസിക്സൊക്കെ കാണണം. ബേസിക് മാത്തമാറ്റിക്സും ബേസിക് ഫിസിക്സും ബേസിക് കെമിസ്ട്രിയും കണ്ടിട്ടേ പോകാവുള്ളൂ. ഓഫ്ലൈൻ സ്റ്റുഡൻസിനോടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ടേക്ക് കെയർ, ബൈ.